സ്കൂളുകളൊക്കെ മൊത്തം പോയിക്കണം. ഇതാണ് സ്കൂളൊക്കെ മൊത്തം പോയി, എല്ലാം പോയി, സ്കൂളൊക്കെ ഒലിച്ചു പോയി. ഈ വീടുകളിലൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ 8-9 ആൾക്കാർ എവിടെയും കാണുന്നില്ല. ഇതുണ്ടോ, രണ്ട് ഹിറ്റാച്ചി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി. ഇതുണ്ടോ, വീടുകളും വീട്ടു സാധനങ്ങളെല്ലാം കിടക്കുന്ന സംഭവം. ഇതാണ് ചൂരൽമലയുടെ സ്ഥിതി. ഇതാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ കൂടെയാണ് വെള്ളം ഒഴുകിയിട്ടുള്ളത്. അങ്ങോട്ട് നമുക്കൊരു കാരണവശാലും പോകാൻ കഴിയില്ല. കാരണം അത്ര ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. പരമാവധി എല്ലാവരും ഒരു സഹായ സഹകരണങ്ങൾ ചെയ്യുക. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, പിന്നെ നമ്മുടെ ചൂരൽമലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യുക. കാരണം വെച്ചാൽ അവനവൻ്റെ കഴിവുള്ളത് മാത്രം ചെയ്യുക. ആരെയല്ല ഇവിടെ നേരിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ ഇവിടെ ഹിറ്റാച്ചി അത്രയും മേലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൽ ചേട്ടൻ വെള്ളം കുടയെന്ന് വെച്ചാണ്. ഇതുണ്ടോ, അത്രയും മേലെ ആ അരക്കപ്പം മണ്ണിലാണുള്ളത്. എല്ലാ റെസ്ക്യൂ ടീമും ഇതുപോലെ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ വയനാട് ജില്ല മാത്രമല്ല എല്ലാ ജില്ലകളിൽ നിന്ന് പരമാവധി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാ ബിൽഡിങ്ങിന് ചേട്ടാ കണ്ടോ, ബിൽഡിങ്ങിന് 2ാം നിലയിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരുടെയൊക്കെ സ്ഥിതി അത്ര ദയനീയമാണ്. ഇതിനകത്ത് എത്ര പേരെ എടുക്കാൻ പറ്റുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആ ഒരു ദയനീയാവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഇവിടെ ജനങ്ങളെ കാണുന്നില്ല. കാരണം വെച്ചാൽ ഇതാണൊരു വീടിൻ്റെയൊക്കെ സ്ഥിതി. ഇതാണൊരു വീട്ടിലെ സൺസൈഡ് വരെ മണ്ണും വെള്ളവും ചെളിയും എല്ലാം കൂടെ ഒഴുകി വന്നതിൻ്റെ ദയനീയാവസ്ഥയാണ് ഈ കാണിക്കുന്നത്. എല്ലാവരോടും കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പരമാവധി നമുക്ക് 2018 നമുക്കൊക്കെ വെള്ളം കയറിയിട്ട് നമുക്കെല്ലാവരും സഹായം ചെയ്തതാണ്. നമ്മളെപ്പോലെ ആരെയും മറക്കരുത്, ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അതുപോലെ തന്നെയാണ് ചൂരൽമല ഉണ്ടായത്. ഒരു ഭാഗം മൊത്തം തികച്ചു പോന്നിട്ടെന്ന് പറഞ്ഞാൽ പുഴയുടെ സൈഡ് ഒന്നുമില്ല കാര്യങ്ങൾ. ഹിറ്റാച്ചികളൊക്കെ അവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 JCB മരങ്ങളെല്ലാം വന്ന് വീടിടിച്ച് പൊളിച്ചു, എല്ലാം പൊട്ടിപ്പോയി. ഒന്നുമില്ല ഇവിടെ ബാക്കി എന്ന് പറയാൻ. ഇതൊക്കെയാണ് സ്ഥിതി. ഇതുകൊണ്ടോ, ഇതൊക്കെയാണ് സ്ഥിതി. ഒരു ഷട്ടർ ഞാൻ നിൽക്കുന്നൊരു പിന്നെ കടയുടെ ഷട്ടറാണ് ഈ കിടക്കുന്നത്. ഇതുകൊണ്ടോ, ഇത്രയും പേരെ ഒരു വെള്ളം എത്തി, ഇതിൻ്റെ മേലെ വരെ വെള്ളം എത്തി. അപ്പോൾ അത്രയാണ് സ്ഥിതി. അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം വെച്ചാൽ ഇവിടെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ ഇനിയും കാണാനുണ്ട്. ഞങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ചോദിച്ചാലും ഞങ്ങൾക്കറിയില്ല. കാരണം വെച്ചാൽ ഇവിടുത്തുകാർക്കും അറിയില്ല. അത്രയും വലിയ ദയനീയതയുള്ള അവസ്ഥയാണ്. അതിന് താഴ്ഭാഗത്തേക്ക് ഞങ്ങൾ പോയിട്ടില്ല. താഴ്ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാനാവില്ല. താഴേക്ക് പോകാൻ പറ്റില്ലല്ലോ. താഴേക്ക് പോകണമെങ്കിൽ കക്കൂസ് ടാങ്ക് കിണർ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മൂടി കിടക്കുന്നതാണ്. അല്ലേ? അതിനകത്ത് ഈ ചളി അതിനകത്ത് മുങ്ങിപ്പോയാൽ പോയി പെട്ടെന്ന് ആദ്യം ചാടുന്ന പോലെ ചാടി പോകും നമ്മൾ. അതെ, ഇവിടെ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണ്. പരമാവധി കോഴിക്കോട് ജില്ലയോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് എല്ലാവരും സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വെച്ചാൽ പുത്തുമല ദുരന്തം പോലെയല്ല ഇത്. വെച്ചാൽ അതിൽ കൂടുതൽ ഭയാനകമായൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. 2 നില വീടിൻ്റെ മേലെ കൂടെ ഒക്കെ വെള്ളം ഒഴുകിയിട്ടില്ല ഇവിടെ. കാരണം വെച്ചാൽ വീടുകളൊക്കെ പൊട്ടി നിൽക്കുക. അതുകൊണ്ടോ, 2 നില വീട് വരെ പൊട്ടി നിൽക്കുകയാണ് ഇവിടെ. അതേ സ്ഥിതിയിലുള്ളത് ഇപ്പോൾ ഇവിടെ. ആർക്കും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളത്. ഈ പ്രദേശവാസികൾ തികച്ചു ഇവിടെ ഉള്ളവർ, പിന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്നവരും എല്ലാവരും ആരോടൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള. എവിടെ എത്ര മനുഷ്യരുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമുക്കതേ പറയാൻ പറ്റൂ. കാരണം വെച്ചാൽ അത്ര ദയനീയമായൊരു സ്ഥിതിയിലാണുള്ളത് ഇവിടെ. എത്ര പേര് പോയി എന്നുള്ള ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലുള്ള. ഡോക്ടേഴ്സ് 2 പോയി എന്ന് പറയുന്നുണ്ട്. അവരുടെ മക്കൾ പോയി എന്ന് പറയുന്നുണ്ട്. ഡോക്ടേഴ്സിന് മാത്രമല്ല പറയുന്നത്, ഇവിടെ പൊതുജനങ്ങൾ എന്തോരം പേര് പോയി എന്നുള്ളതോ. ഒരു 2ാം നിലയുടെ മേലെ കൂടെ വെള്ളം ഒഴുകിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഉരുൾപൊട്ടലാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി എന്നൊക്കെ ഈ ചൂരൽമലയ്ക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക. എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണെന്നുള്ളതും എനിക്കറിയില്ല. നിങ്ങൾ മാത്രം ചെയ്താൽ മതി. Come on.